യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 8-ാം അധ്യായം 3. യേശു ഒലിവ് മലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. വായിക്കപ്പെട്ട വചനം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വചനം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ഭൗതികമാകുന്ന ജീവിതങ്ങളിൽ, കർത്താവേ, നമ്മുടെ സാമൂഹികമാകുന്ന ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ ലോകപരമാകുന്ന ജീവിതത്തിലൊക്കെ ഏറ്റവും ചിന്തനീയമായി തീരുവാൻ, വചനപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ചിന്തിക്കുവാൻ ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണം. ആ ആത്മീയ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യമായി, ആത്മീയ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ശാരീരിക മാനസികമായി ഞങ്ങളെ ക്രമപ്പെടുത്തുന്നതായി തീരുവാൻ കർത്താവിന്റെ വരവോളം കർത്താവെ ഞങ്ങൾക്ക് ഐക്യം സഹായിക്കണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ വിശുദ്ധ ഞായറാഴ്ച ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നിങ്ങൾ സഹായിച്ച സ്തോത്രം ചെയ്യുന്നു. അല്പാ സമയം ദൈവവചന ധ്യാനത്തിനായിട്ട് നിങ്ങൾ നമുക്ക് വന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആണല്ലോ. ദൈവപാദപീഠത്തിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും വഹിക്കുന്ന ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ആത്മീയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, നാളിതുവരെ ലഭിക്കുന്നതിനേക്കാൾ അധികമായ ഒരു ആത്മീയ ചിന്ത, ഒരു ആത്മീയ ജീവിതത്തിന്, ഒരു ഭൗതികമാകുന്ന ജീവിതത്തിന്, സാമൂഹ്യമായ ഒരു ജീവിതത്തിന് നമ്മെ ക്രമപ്പെടുത്തുന്ന ആശയങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരേണ്ടതിനായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായമാണല്ലോ. യേശു കർത്താവ് ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ദൈവത്തിന് പുറത്തു. ഇവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന ദൈവത്തിന്റെ യേശുവിന്റെ മുമ്പിൽ നിർത്തി. പരീശന്മാരാരാണ്? ശാസ്ത്രിമാരാരാണ്? അവരുടെ പണി എന്താണ് എന്ന് നാം വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു ചിന്താ വിഷയമാണ്. ശാസ്ത്രിമാരുടെ പണി അല്ലെങ്കിൽ എന്ന് പറയുന്നത് വ്യഭിചാരിണിയായ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരിക, സഭാമധ്യത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പണിയല്ല അവർ ചെയ്യുന്നത്. നിയമപരമായിട്ട് അങ്ങനെയുള്ള ഒരു ജോലിക്കാരല്ല അവര്. പക്ഷേ ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുകയാണ്? തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ജോലി നിർവഹണത്തിന് വേണ്ടി തങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുതിർന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അവരെ ആ ജോലിയല്ല ഏൽപ്പിച്ചത്.
ദൈവത്തിന് മഹത്വം. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ അത് ചെയ്യാൻ കാരണം എന്താണെന്നറിയാം. ദൈവത്തിന് മഹത്വം. അവര് കൊണ്ടുവന്നിങ്ങനെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായത് അവനെ പരീക്ഷിക്കുവാനാണ്. ആരെ? യേശുവിനെ ഒന്ന് പരീക്ഷിക്കുവാനാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? അവനെ ഏതെങ്കിലും ഒരു വാക്കിനാൽ, അവന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനാൽ അവനെന്ത് ചെയ്യണം? കുറ്റമാരോപിക്കണം. കുറ്റമാരോപിച്ച് എങ്ങനെയും അവനെ കുടുക്കിലാക്കണം. അതാണ് ഇവിടുത്തെ ഏൽപ്പിക്കാത്ത പണി ഏറ്റെടുക്കാൻ തക്കവണ്ണം ഇടയായതിന്റെ കാരണം. ആരതിയ സത്യസന്ധതയിലൂടെ നടക്കുന്ന, ദൈവികമായ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന യേശുവിനെ എന്തെങ്കിലും ഒരു കുറ്റമാരോപിച്ച് അവനെ എങ്ങനെയെങ്കിലും കുടുക്കലാക്കി എന്നേക്കുമായി അവനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതായ താല്പര്യത്തോടു കൂടിയാണ് ഏൽപ്പിക്കാത്ത ഒരു കാര്യം അവർ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ ഈ ദൈവിക ചിന്തയിലൂടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ആത്മീയപരമായി ആത്മീയ ചിന്തകളിലൂടെ സാമൂഹ്യപരമായ നല്ല ഒരു അനുഭവത്തിൽ ഒരു വ്യക്തി ജീവിക്കുമെങ്കിൽ മറ്റു ചില സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പോലും ഒരു പക്ഷേ നിന്നെ ഏതെങ്കിലും തരത്തിൽ നീ അവരെക്കാൾ അല്പം വളരുമെന്നോ, അല്ലെങ്കിൽ നീ സമൂഹത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ളതായ അവരുടേതായ സാമ്പത്തിക മേന്മയുണ്ടാകുന്നതിന് തടസ്സപരമായ എന്തെങ്കിലും പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ട് അങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ആശയങ്ങളോ അതിനെതിരെ യഥാർത്ഥമായ തലത്തിൽ നീ നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഏറ്റുകൊണ്ട് നിനക്കെതിരായി ചില ചില കാര്യങ്ങൾ മെനയുവാൻ പുറത്ത് ശക്തന്മാരായി നിൽക്കുന്നവർ പോലും കൂടിയാലോചിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിന് മഹത്വം. അത് തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ തിരിച്ചറിവുണ്ടാകുന്നത് ദൈവഭയമാണ്, ദൈവഭക്തിയാണ്. അതിന് ദൈവജനത്തിൽ പറയുന്നത്, എന്റെ ആത്മാവ് നിന്നെ വരുമ്പോൾ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവാത്മാവ് പ്രാപിച്ച ദൈവാത്മാവിനെ പ്രാപിച്ച അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇന്ന് പകൽക്കാലം 114 സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ മന്ദിരമായി നീ നിലകൊള്ളുമ്പോൾ ആ വചനത്തിൽ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ മക്കൾ, ദൈവമക്കൾ ദൈവത്തിന്റെ മന്ദിരമായി ഇരിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്നു എങ്കിൽ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഒരു ദൈവ പൈതലിൽ വാസം ചെയ്യുന്നത് മാനുഷികമായ ചിന്തകളല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവാണ്. അവനെ നടത്തുന്നത്, ആ വ്യക്തിയെ നടത്തുന്നത്, അവരെ മുൻപോട്ട് നയിക്കുന്നത്, അവരുടേതായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാകയാൽ ദൈവികമായി നടക്കും. ദൈവത്തിന് മഹത്വം. അങ്ങനെ ദൈവികമായി നടക്കുന്നത് കൊണ്ടാണ് ദൈവാത്മാവ് പ്രാപിച്ച യേശുവിന് ഇത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് മഹത്വം. ശാസ്ത്രന്മാരും അവിടെ മറ്റൊരു കാര്യം അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, നിയമപരമായ കാര്യങ്ങൾക്ക് കാര്യങ്ങളെ ക്രമീകരിച്ച് വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ജോലിക്കാർ ഏറ്റവും താഴെ തട്ടിൽ ഇറങ്ങി വന്ന് പാവനിയായ സ്ത്രീകളെ മറ്റൊരാളെ താഴെ ഇറക്കാൻ, മറ്റൊരാളെ ഇല്ലാതെയാക്കുവാൻ, മറ്റൊരാളെ കരുവാക്കി നിനക്കെതിരായിട്ട് കൊണ്ടു നിർത്തുന്ന ചില അനുഭവം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്താണ്? നിന്നെ തകർക്കുവാൻ മറ്റേതെങ്കിലും പാവപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികളെ കരുവാക്കി
ഹാലലിയ നിനക്കെതിരായി പ്രൊജക്ട് ചെയ്തിരിക്കും. ഹാലലിയ നേരിട്ടല്ല. ബുദ്ധിയുള്ളവർ, പൈശാചിക ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയാണ്. ഒരു പാവപ്പെട്ട വ്യക്തിയെ തകർക്കണമെങ്കിൽ, അവരുടെ ആശയങ്ങളെ ഇല്ലാതെയാക്കണമെങ്കിൽ, അവരുടെ വളർച്ചയെ ഇല്ലാതെയാക്കണമെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ കൈക്ക് പിടിച്ച അവരെ ആയുധമാക്കി നിനക്കെതിരായി മുൻപിൽ കൊണ്ടു നിർത്തുവാൻ തക്കവണ്ണമിടയാണ്. ഇവിടെ അതിന്റെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിന് മുൻപേ കൊണ്ടു നിർത്തിയത് ഒരു പാപിനിയായ സ്ത്രീയാണ്. ഒരു കാര്യം നാം ചിന്തിക്കണം. ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവരെ നാം പുറമേ നമ്മുടെ പുറംകണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവരെയല്ല നാം കാണുന്നത്. നമുക്കെതിരായി നിൽക്കുന്ന ചില സമൂഹത്തിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പാപിനിയായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ കൈക്ക് പിടിച്ച അവരെ കൊണ്ട് നിനക്കെതിരായിട്ട് പറയിപ്പിക്കുവാൻ, പ്രവർത്തിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു അഭിഷേകം പ്രാപിച്ച, ആത്മാവ് പ്രാപിച്ച, ദൈവസാന്നിധ്യം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അതിനുള്ള തിരിച്ചറിവ് സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണമിടയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എവിടെ കടന്നു പോയാലും, ഏത് മദ്യപാനികളുടെ ഇടയിൽ ഒരു ദൈവ പൈതലായിരുന്നാലും, ഒരു ഏത് വലിയ മദ്യശക്തിയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ മുൻപിലായിരുന്നാലും, അവരോട് ഇടയിലായിരുന്നാലും, ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ ജനത്തെ ജാതികളായവരുടെ ഇടയിലൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ ഹെവ്യരും പെരിസ്ത്യനും യെബൂസ്യനും അതേപോലെ പല സ്വഭാവത്തിലുള്ള വ്യക്തികളുടെ ഇടയിലൂടെ, ജാതികളുടെ ഇടയിലൂടെ കൊണ്ടുപോയിട്ടും വിളിച്ചിറക്കിയ ദൈവം ദൈവത്തിന്റെ ദൂതനായിട്ട് തന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ പോലും. എങ്ങനെയാണ്? എന്റെ ദൂതൻ, ദൈവം പറയുകയാണ്, എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്നു. ആര് പറയാണ്? ദൈവം പറയുകയാണ്. ദൈവമായി തന്നെ വിളിച്ചിറക്കിയ, ദൈവത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവം പറയുകയാണ്, കുഞ്ഞെ നീ അമേരിക്കയിലല്ല, ഇറ്റലിയല്ല, ഫ്രാൻസിലല്ല, നീ എവിടെ കടന്നു പോയാലും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ, അനാദി കാലങ്ങൾക്ക് മുന്നമേ ഞാൻ വിളിച്ചതാണ്. എന്റെ ആത്മാവ് നിന്റെ കൂടെ, നീ നടക്കുന്നതിന് മുന്നമേ, നീ പോകുന്നതിന് മുന്നമേ എന്റെ ദൂതൻ നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. അവരുടെ ഒരു കാര്യമാണ്, അവരുടെ ദേവന്മാരെ, നീ കൂട്ടുകെട്ടുന്നവരുടെ അല്ലെങ്കിൽ നീ സഹകരിക്കുന്നവരുടെ, നീ ആ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അവരുടെ ദേവന്മാർ മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നീ അവരെ നമസ്കരിക്കരുത്. നമസ്കരിക്കാതെ എന്റെ ആത്മാവിനനുസരിച്ച് നീ നിലകൊള്ളുന്നു എങ്കിൽ, നീ യാത്ര ചെയ്യുന്നെങ്കിൽ, നീ വിദേശത്ത് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ, അല്ല നീ വിദേശത്ത് പഠനമായുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ, അല്ല നിന്റെ ദേശത്ത് നീ ദൈവത്തിന്റെ വേലയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ, ഒരു സാക്ഷ്യമുള്ള ദൈവവേലയായി നീ നടക്കുന്നു എങ്കിൽ, എന്റെ ആത്മാവിനെ നീ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ, എന്റെ മന്ദിരമായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ, എന്റെ ദൂതന്മാർ നിനക്ക് മുൻപായി നടക്കും. നിനക്കെതിരായി നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എന്റെ ദൂതന്മാർ നിർമൂലമാക്കും. നിനക്ക് സഞ്ചരിക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല പാത ഒരുക്കി തരുന്ന ഇസ്രായേൽ ജനത്തിന് അക്കരെ ദേശത്ത് കടന്നു പോകുവാൻ, അക്കരെ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ മോശയുടെയും തന്റെ ജനത്തോട് ഇസ്രായേൽ മക്കളുടെയും കൂടെയായിരിക്കുമ്പോൾ നിനക്ക് മുൻപായി ആക്രമി വരുന്ന യാതൊരു വിധമാകുന്ന തിരമാലകളുടെ കൂട്ടത്തിനോ, ആക്രമി വരുന്ന യാതൊരു സമുദ്രത്തിനോ
എന്തിനോ നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ, ഒരു ജാതികൾക്കും നിന്നെ തകർത്ത് കളയുവാൻ, ഒരു ആഭിചാരത്തിന് നിന്നെ തകർത്ത് കളയുവാൻ, ഒരു പാപ പ്രവൃത്തികൾക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയാത്ത തരത്തിൽ എന്റെ ദൂതന്മാരെ നിനക്ക് മുമ്പായി നടത്തുമെന്ന ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കടമാരം നിന്നെ തകർക്കുമെന്ന് നീ ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതികൂലങ്ങൾ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയരെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ സുവിശേഷം വീണ്ടും വായിച്ചാട്ട് അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ട്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചു. അവിടെ പറയുകയാണ്, കുറ്റം ചുമത്താനാണ് ആരലിയെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ആരലിയ നിന്നെ കുറിച്ച് തകർക്കാൻ, നിന്റെ കുറ്റം പറയാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ, നിന്നെ സ്ഥാനപ്രസ്ഥനാക്കാൻ, സഭയിൽ നിന്ന് പുറത്താക്കുവാൻ, ആരലിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുവാൻ, നിന്റെ യാത്രയിൽ നിന്ന് നിന്നെ പുറത്താക്കുവാൻ, ആരലിയ നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുവാൻ, ആരലിയ മറ്റു ചില വ്യക്തികളെയൊക്കെ കൂട്ടുപിടിച്ച് ആരലിയ ശത്രുവായവൻ നിനക്കെതിരായി സംസാരിപ്പിക്കുമ്പോൾ, നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹാലലിയ, നീ ആത്മാവ് പ്രാപിച്ച് അത് തിരിച്ചറിഞ്ഞ് യേശു ഒഴിഞ്ഞു പോയതുപോലെ, യേശു ഒഴിവായതുപോലെ ഹാലലിയ ഈ നാളുകളിൽ ആത്മീയ ജീവിതത്തിൽ ഹാലലിയ നാം ഒഴിഞ്ഞു പോകേണ്ട സ്ഥാനത്ത് നാം ഒഴിഞ്ഞു പോകണം എന്ന് ഇവിടെ ഹാലലിയ ശക്തമായ ഒരു ആത്മീയ അർത്ഥമാണ് ദൈവം നമുക്ക് ഇവിടെ തരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് നമുക്ക് അതിന്റെ ഹാലലിയ 7-ാമത്തെ വാക്യം വായിക്കാം. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവർ അവനെ ഒന്നാമത് കല്ലെറിയട്ടെ. ആ ഒന്നാമത് എന്ന് പറയുന്നതിനും കല്ലെറിയട്ടെ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ശക്തമായ ആത്മീയ ചിന്തകളാണ്. എന്താണെന്നറിയാമോ? ഒറ്റ വാചകമേ പറഞ്ഞു. യേശു കർത്താവ് ആത്മാവ് പ്രാപിച്ച വ്യക്തി, ആത്മാവിനാൽ നടക്കുന്ന വ്യക്തി, ആത്മാവിനാൽ ജനിച്ച വ്യക്തി ഒറ്റ കാര്യം ചെയ്യുകയാണ്. ഒരു കൂട്ടം ആൾക്കാരാണ് എതിരായി നിൽക്കുന്നത്, തകർക്കാൻ നിൽക്കുന്നത്, വീഴ്ത്തുവാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോ ആത്മാവ് പ്രാപിച്ച യേശു കർത്താവ്, ആത്മാവിനാൽ നടക്കുന്ന യേശു കർത്താവ്, ആത്മാവിനാൽ ജനിച്ച യേശു കർത്താവ് പറയുകയാണ്, എന്ത് ചെയ്യാണ്? നിങ്ങളിൽ പാപമില്ലാത്തവർ. ആദ്യം ഒന്നാമത്തെ കാര്യം നീ ചെയ്യേണ്ട കാര്യമല്ല നീ ചെയ്യുന്നത്, നിന്നെ ഏൽപ്പിച്ചതല്ല നീ ചെയ്യുന്നത്. പിന്നെ നീ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ ജോലി കയ്യേറ്റ് ഏറ്റവും താഴത്തെ അനുഭവത്തിൽ, ഏറ്റവും മ്ലേച്ഛകരമായ തലത്തിലേക്ക് നീ ഇറങ്ങി വന്ന് വീണ്ടും എന്ത് ചെയ്യുകയാണ്? തകർക്കാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത വാചകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? വായിച്ചേ. പിന്നെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവരത് കേട്ടിട്ട് മനസാക്ഷിയോട് ആക്ഷേപം ഹേതുവായി, മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. എന്തിന്റെ മനസാക്ഷി? ചിലർ പറയുമല്ലോ, ചില ദൈവാസന്മാരും മനസാക്ഷി ഉണ്ടാകും. ആരണിയ നമ്മുടെ മനസ്സും മനസാക്ഷിയും ഒക്കെ രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതേവരെ മനസാക്ഷി ഇല്ലാതെയാണ് ഇവർ എന്ത് ചെയ്തത്? പ്രാരംഭത്തിൽ ഈ സ്ത്രീയെ പിടിച്ചോണ്ട് കൊണ്ടുവന്ന യേശുവിന്റെ മുമ്പിൽ നിർത്തിയത്. ഇവർക്ക് മനസാക്ഷി ഇല്ലാതെ ചെയ്തത്. മനസാക്ഷി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇത്രയും താണ പണിക്ക് പോകത്തില്ല. മനസാക്ഷി ഇല്ലാത്തവർ യേശുവിന്റെ ഒറ്റ വാക്ക് കേട്ടപ്പോൾ അവരുടെ ചിന്ത എന്തായിരുന്നു? ഇതിലൂടെ യേശുവിനെ പിടിക്കാം, അവന്റെ വായിൽ നിന്ന് വാക്കുകൊണ്ട് ഇവരെ എന്ത് ചെയ്യാം? കുറ്റാരോപണം നടത്താം, ഇവരെ എന്നേക്കുമായി തകർത്തു കളയാം, ദൈവത്തെ
ദൈവത്തിന്റെ മുമ്പിൽ നിർത്താം, ഇവനെ ഹാലലൂയ തകർത്തു കളയാമെന്ന് ചിന്തിച്ച് ഹാലലൂയ കണ്ണിൽ ചോരയില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം മനസാക്ഷിയില്ലാതെ കൊണ്ടുവന്നു. പക്ഷേ യേശുവിന്റെ വാക്ക്, ആത്മാവ് നിറഞ്ഞവന്റെ വാക്ക്, ആത്മാവിനാൽ ജനിച്ചവന്റെ വാക്ക്, ആത്മാവ് നിയന്ത്രിക്കപ്പെടുന്നവന്റെ ഒരൊറ്റ വാക്ക് കേട്ട് എന്താണ് ഹാലലൂയ അവർക്ക് ഉണ്ടായി മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം. അപ്പോ മനസാക്ഷി എന്ത് ചെയ്യുകയാണ്? അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ. എന്തായിരിക്കും ആക്ഷേപം? ദൈവത്തിന് മഹത്വം. അവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ മനസാക്ഷി അവരോട് കുറ്റം വിധിക്കാൻ തുടങ്ങി. എന്താണ്? കുറ്റം വിധിക്കത്തക്കവണ്ണമുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. മനസാക്ഷി ഉണ്ടായി. അവിടെ പറയുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട് മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. കൂട്ടത്തോടുള്ള മാനസാന്തരം. മനസാക്ഷി ഇല്ലാതെ വന്ന, പാപബോധമില്ലാതെ വന്ന, തിരിച്ചറിവില്ലാതെ വന്ന ഒരു കൂട്ടം ഹാലനെ വ്യക്തികളെ ദൈവത്തിന് മുഖത്തം ദൈവത്തിന്റെ ഒറ്റ വാചകം കൊണ്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. ഹാലനി ഒരു കാര്യം വ്യക്തമാണ്. ഹാലനിയ യേശു കർത്താവ്, ഹാലനിയ പത്രോസിന്റെ പത്രോസ് ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് നമുക്ക് യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം. ഒറ്റ പ്രസംഗത്തിൽ അതിന്റെ കൂട്ടത്തോടാണ് രോഗസൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിച്ചത്. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലാണ് ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 5000 പേര് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. യേശു കർത്താവ് നടന്നുപോയ ഇടത്ത് സംസാരിച്ച ഇടത്തൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ചുരുക്കം ഒരു വാചകത്തിൽ പറയാം, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നാം കടന്നു പോകുന്ന ഇടത്ത്, നാം ദൈവവേല ചെയ്യുന്ന ഇടത്ത് കൂട്ടത്തോടുള്ള ജനം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് കേൾപ്പാൻ തക്കവണ്ണമിടയാകും. കൂട്ട മാനസാന്തരമാണ് അവിടെ നടക്കുന്നത്. 9ാമത്തെ വാക്യം വായിച്ചേ. മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരും മൂത്തവരും ഇളയവരും. അപ്പൊ നോക്കെ കല്ലെറിയാൻ വന്നത് ഒരാൾ പ്രായമുള്ളവർ മാത്രമല്ല, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരൊക്കെ വന്നു. അപ്പൊ ഇവരൊക്കെ കൂട്ടത്തോട് അവിടെ ആരാണ്? പാപത്തിൽ കിടക്കുന്നവരാണ്. നമുക്കറിയാം ചില ദേശത്ത് കൊച്ചുപിള്ളാരും വലിയ ചെറിയവരും ഒക്കെ എന്താണ് തിരിച്ചറിവില്ലാതെ ദൈവവചനം അനുസരിക്കാതെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ആ ദേശം. പക്ഷെ ആൾക്കാരാരാണ്? പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുടുംബവും അവരെ കൊച്ചുമക്കളും തലമുറകളൊക്കെയാണ്. പക്ഷേ ദൈവത്തിന് മഹത്വം അവരെല്ലാം പാപത്തിൽ കിടന്നു. അവരാക്ഷേപം നിമിത്തം മൂത്തവരും ഇളയവരും ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ തക്കവണ്ണമിടയായി. മനുഷ്യന് വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണമിടയായി. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ വ്യത്യാസം വരുത്തുന്ന, നമ്മുടെ ചിന്തകളെ വ്യത്യാസം വരുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് മുൻപിൽ നമ്മെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് മഹത്വം. ശുശ്രൂഷയിലെ ഒരു മുന്നേറ്റം, ആത്മീയമാകുന്ന ഒരു നടത്തിപ്പ്, ആത്മീയമായ ഒരു ഉയർച്ച, ആത്മീയമായ ഒരു ഉന്നതി, ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവുമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പകൽക്കാലം ദൈവത്തിന്റെ വചനം ഇതൊക്കെ കടന്നു പോകുന്നുവോ അവിടെയൊക്കെ ശക്തമായ ദൈവിക വിടുതലുകൾ, ദൈവികമാകുന്ന അഭിഷേകങ്ങൾ, രോഗസൗഖ്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, കൂട്ടത്തോടുള്ള മാനസാന്തരങ്ങൾ, കൂട്ടത്തോടുള്ള രോഗസൗഖ്യങ്ങൾ, തങ്ങളെ തകർക്കുവാൻ വരുന്ന പ്രതിയോഗികളെ കണ്ടറിയുവാൻ തക്കവണ്ണമുള്ള സത്യത്തിൽ നടക്കുന്ന ഒരനുഭവം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ
ഒന്നാമതാണോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അല്ല 8-ാം അധ്യായം 3. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. വായിക്കപ്പെട്ട വചനം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വചനം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ഭൗതികമാകുന്ന ജീവിതങ്ങളിൽ, കർത്താവേ നമ്മുടെ സാമൂഹികമാകുന്ന ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ ലോകപരമാകുന്ന ജീവിതത്തിലൊക്കെ ഏറ്റവും ചിന്തനീയമായി തീരുവാൻ, വചനപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ചിന്തിക്കുവാൻ ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണം. ആ ആത്മീയ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യമായി, ആത്മീയ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ശാരീരിക മാനസികമായി ഞങ്ങളെ ക്രമപ്പെടുത്തുന്നതായി തീരുവാൻ കർത്താവിന്റെ വരവോളം കർത്താവെ ഞങ്ങൾക്ക് ഐക്യം സഹായിക്കണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ വിശുദ്ധ ഞായറാഴ്ച ദൈവപാദങ്ങളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നിങ്ങൾ സഹായിച്ച ഒരുപാട് സമയം ആണെങ്കിൽ ദൈവവചന ധ്യാനത്തിനായിട്ട് നിങ്ങൾ നമുക്ക് വന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആണല്ലോ. ആണെങ്കിൽ ദൈവപാദങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്ന ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആണെങ്കിൽ ഇന്നത്തെ ഈ ആത്മീയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, നാളിതുവരെ ലഭിക്കുന്നതിനേക്കാൾ അധികമായ ഒരു ആത്മീയ ചിന്ത, ഒരു ആത്മീയ ജീവിതത്തിന്, ഒരു ഭൗതികമാകുന്ന ജീവിതത്തിന്, സാമൂഹ്യമായ ഒരു ജീവിതത്തിന് നമ്മെ ക്രമപ്പെടുത്തുന്ന ആശയങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരേണ്ടതിനായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായമാണല്ലോ. ഇതിൽ യേശു കർത്താവ് ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ദൈവത്തിന് പുറത്തു. ഇവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന ദൈവത്തിന്റെ യേശുവിന്റെ മുമ്പിൽ നിർത്തി. പരീശന്മാരാരാണ്? ശാസ്ത്രിമാരാരാണ്? അവരുടെ പണി എന്താണ് എന്ന് നാം വളരെ ചിന്തിക്കേണ്ട ഒരു ചിന്താ വിഷയമാണ്. ശാസ്ത്രിമാരുടെ പണി അല്ലെങ്കിൽ എന്ന് പറയുന്നത് വ്യഭിചാരിണിയായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവരിക, സഭാമധ്യത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പണിയല്ല അവർ ചെയ്യുന്നത്. നിയമപരമായിട്ട് അങ്ങനെയുള്ള ഒരു ജോലിക്കാരല്ല അവര്. പക്ഷേ ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുകയാണ്? തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ജോലി നിർവഹണത്തിന് വേണ്ടി തങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുതിർന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അവരെ ആ ജോലിയല്ല ഏൽപ്പിച്ചത്.
ദൈവത്തിന് മഹത്വം. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ അത് ചെയ്യാൻ കാരണം എന്താണെന്നറിയാം. ദൈവത്തിന് മഹത്വം. അവര് കൊണ്ടുവന്നിങ്ങനെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായത് അവനെ പരീക്ഷിക്കുവാനാണ്. ആരെ? യേശുവിനെ ഒന്ന് പരീക്ഷിക്കുവാനാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? അവനെ ഏതെങ്കിലും ഒരു വാക്കിനാൽ, അവന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനാൽ അവനെന്ത് ചെയ്യണം? കുറ്റമാരോപിക്കണം. കുറ്റമാരോപിച്ച് എങ്ങനെയും അവനെ കുടുക്കിലാക്കണം. അതാണ് ഇവിടുത്തെ ഏൽപ്പിക്കാത്ത പണി ഏറ്റെടുക്കാൻ തക്കവണ്ണം ഇടയായതിന്റെ കാരണം. ആരതിയ സത്യസന്ധതയിലൂടെ നടക്കുന്ന, ദൈവികമായ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന യേശുവിനെ എന്തെങ്കിലും ഒരു കുറ്റമാരോപിച്ച് അവനെ എങ്ങനെയെങ്കിലും കുടുക്കലാക്കി എന്നേക്കുമായി അവനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതായ താല്പര്യത്തോടു കൂടിയാണ് ഏൽപ്പിക്കാത്ത ഒരു കാര്യം അവർ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ ഈ ദൈവിക ചിന്തയിലൂടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ആത്മീയപരമായി ആത്മീയ ചിന്തകളിലൂടെ സാമൂഹ്യപരമായ നല്ല ഒരു അനുഭവത്തിൽ ഒരു വ്യക്തി ജീവിക്കുമെങ്കിൽ മറ്റു ചില സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പോലും ഒരു പക്ഷേ നിന്നെ ഏതെങ്കിലും തരത്തിൽ നീ അവരെക്കാൾ അല്പം വളരുമെന്നോ, അല്ലെങ്കിൽ നീ സമൂഹത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ളതായ അവരുടേതായ സാമ്പത്തിക മേന്മയുണ്ടാകുന്നതിന് തടസ്സപരമായ എന്തെങ്കിലും പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ട് അങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ആശയങ്ങളോ അതിനെതിരെ യഥാർത്ഥമായ തലത്തിൽ നീ നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ കുടുക്കുവാൻ ഏൽപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഏറ്റുകൊണ്ട് നിനക്കെതിരായി ചില ചില കാര്യങ്ങൾ മെനയുവാൻ പുറത്ത് ശക്തന്മാരായി നിൽക്കുന്നവർ പോലും കൂടിയാലോചിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിന് മഹത്വം. അത് തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ തിരിച്ചറിവുണ്ടാകുന്നത് ദൈവഭയമാണ്, ദൈവഭക്തിയാണ്. അതിന് ദൈവജനത്തിൽ പറയുന്നത്, എന്റെ ആത്മാവ് നിന്നെ വരുമ്പോൾ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവാത്മാവ് പ്രാപിച്ച ദൈവാത്മാവിനെ പ്രാപിച്ച അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് ഇന്ന് പകൽക്കാലം 114 സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ മന്ദിരമായി നീ നിലകൊള്ളുമ്പോൾ ആ വചനത്തിൽ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ മക്കൾ, ദൈവദാസൻ, ദൈവമക്കൾ ദൈവത്തിന്റെ മന്ദിരമായി ഇരിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്നു എങ്കിൽ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഒരു ദൈവ പൈതലിൽ വാസം ചെയ്യുന്നത് മാനുഷികമായ ചിന്തകളല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവാണ്. അവനെ നടത്തുന്നത്, ആ വ്യക്തിയെ നടത്തുന്നത്, അവരെ മുൻപോട്ട് നയിക്കുന്നത്, അവരുടേതായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാകയാൽ ദൈവികമായി നടക്കും. ദൈവത്തിന് മഹത്വം. അങ്ങനെ ദൈവികമായി നടക്കുന്നത് കൊണ്ടാണ് ദൈവാത്മാവ് പ്രാപിച്ച യേശുവിന് ഇത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് മഹത്വം. സാത്മാരും അവിടെ മറ്റൊരു കാര്യം അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, നിയമപരമായ കാര്യങ്ങൾക്ക് കാര്യങ്ങളെ ക്രമീകരിച്ച് വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ജോലിക്കാർ ഏറ്റവും താഴെ തട്ടിൽ ഇറങ്ങി വന്ന് പാവനിയായ സ്ത്രീകളെ മറ്റൊരാളെ താഴെ ഇറക്കാൻ, മറ്റൊരാളെ ഇല്ലാതെയാക്കുവാൻ, മറ്റൊരാളെ കരുവാക്കി നിനക്കെതിരായിട്ട് കൊണ്ടു നിർത്തുന്ന ചില അനുഭവം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്താണ്? നിന്റെ തകർക്കുവാൻ മറ്റേതെങ്കിലും പാവപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികളെ കൈവാക്കി
ഹാലലിയ നിനക്കെതിരായി പ്രൊജക്ട് ചെയ്തിരിക്കും. ഹാലലിയ നേരിട്ടല്ല. ബുദ്ധിയുള്ളവർ, പൈശാചിക ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയാണ്. ഒരു പാവപ്പെട്ട വ്യക്തിയെ തകർക്കണമെങ്കിൽ, അവരുടെ ആശയങ്ങളെ ഇല്ലാതെയാക്കണമെങ്കിൽ, അവരുടെ വളർച്ചയെ ഇല്ലാതെയാക്കണമെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ കൈക്ക് പിടിച്ചാൽ അവരെ ആയുധമാക്കി നിനക്കെതിരായി മുൻപിൽ കൊണ്ടു നിർത്തുവാൻ തക്കവണ്ണമിടയാണ്. ഇവിടെ അതിന്റെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിന് മുൻപേ കൊണ്ടു നിർത്തിയത് ഒരു പാപിനിയായ സ്ത്രീയാണ്. ഒരു കാര്യം നാം ചിന്തിക്കണം. ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ തകർക്കുവാൻ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവരെ നാം പുറമേ നമ്മുടെ പുറംകണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവരെയല്ല നാം കാണുന്നത്. നമുക്കെതിരായി നിൽക്കുന്ന ചില സമൂഹത്തിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പാതിരിയായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ കൈക്ക് പിടിച്ച അവരെ കൊണ്ട് നിനക്കെതിരായിട്ട് പറയിപ്പിക്കുവാൻ, പ്രവർത്തിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു അഭിഷേകം പ്രാപിച്ച, ആത്മാവ് പ്രാപിച്ച, ദൈവസാന്നിധ്യം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അതിനുള്ള തിരിച്ചറിവ് സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണമിടയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എവിടെ കടന്നു പോയാലും, ഏത് മദ്യപാനികളുടെ ഇടയിൽ ഒരു ദൈവ പൈതലായിരുന്നാലും, ഒരു ഏത് വലിയ മദ്യശക്തിയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ മുൻപിലായിരുന്നാലും, അവരോട് ഇടയിലായിരുന്നാലും, ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ ജനത്തെ ജാതികളായവരുടെ ഇടയിലൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ ഹെവ്യരും പെരിസ്ത്യനും യെബൂസ്യനും അതേപോലെ പല സ്വഭാവത്തിലുള്ള വ്യക്തികളുടെ ഇടയിലൂടെ, ജാതികളുടെ ഇടയിലൂടെ കൊണ്ടുപോയിട്ടും വിളിച്ചിറക്കിയ ദൈവം ദൈവത്തിന്റെ ദൂതനായിട്ട് തന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ പോലും. എങ്ങനെയാണ്? എന്റെ ദൂതൻ, ദൈവം പറയുകയാണ്, എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്നു. ആര് പറയാണ്? ദൈവം പറയുകയാണ്. ദൈവമായി തന്നെ വിളിച്ചിറക്കിയ, ദൈവത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവം പറയുകയാണ്, കുഞ്ഞെ നീ അമേരിക്കയിലല്ല, ഇറ്റലിയല്ല, ഫ്രാൻസിലല്ല, നീ എവിടെ കടന്നു പോയാലും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ, അനാദികാലങ്ങൾക്ക് മുന്നമേ ഞാൻ വിളിച്ചതാണ്. എന്റെ ആത്മാവ് നിന്റെ കൂടെ, നീ നടക്കുന്നതിന് മുന്നമേ, നീ പോകുന്നതിന് മുന്നമേ എന്റെ ദൂതൻ നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല എന്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്നു. എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. അവരുടെ ഒരു കാര്യമാണ്, അവരുടെ ദേവന്മാരെ, നീ കൂട്ടുകെട്ടുന്നവരുടെ അല്ലെങ്കിൽ നീ സഹകരിക്കുന്നവരുടെ, നീ ആ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അവരുടെ ദേവന്മാർ മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നീ അവരെ നമസ്കരിക്കരുത്. നമസ്കരിക്കാതെ എന്റെ ആത്മാവിനനുസരിച്ച് നീ നിലകൊള്ളുന്നു എങ്കിൽ, നീ യാത്ര ചെയ്യുന്നെങ്കിൽ, നീ വിദേശത്ത് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ, അല്ല നീ വിദേശത്ത് പഠനമായുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ, അല്ല നിന്റെ ദേശത്ത് നീ ദൈവത്തിന്റെ വേലയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ, ഒരു സാക്ഷ്യമുള്ള ദൈവവേലയായി നീ നടക്കുന്നു എങ്കിൽ, എന്റെ ആത്മാവിനെ നീ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ, എന്റെ മന്ദിരമായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ, എന്റെ ദൂതന്മാർ നിനക്ക് മുൻപായി നടക്കും. നിനക്കെതിരായി നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എന്റെ ദൂതന്മാർ നിർമൂലമാക്കും. നിനക്ക് സഞ്ചരിക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല പാത ഒരുക്കി തരുന്ന ഇസ്രായേൽ ജനത്തിന് അക്കരെ ദേശത്ത് കടന്നു പോകുവാൻ, അക്കരെ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ മോശയുടെയും തന്റെ ജനത്തോട് ഇസ്രായേൽ മക്കളുടെയും കൂടെയായിരിക്കുമ്പോൾ
ഹാലലിയ നിനക്ക് മുൻപായി ആക്രമി വരുന്ന യാതൊരു വിധമാകുന്ന ഹാലലിയ തിരമാലകളുടെ കൂട്ടത്തിനോ ആക്രമി വരുന്ന യാതൊരു സമുദ്രത്തിനോ നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ, ഒരു ജാതികൾക്കും നിന്നെ തകർത്ത് കളയുവാൻ, ഒരു ആഭിചാരത്തിന് നിന്നെ തകർത്ത് കളയുവാൻ, ഒരു പാപ പ്രവൃത്തികൾക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയാത്ത തലത്തിൽ എന്റെ ദൂതന്മാരെ നിനക്ക് മുമ്പായി നടത്തുമെന്ന ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കടമാലം നിന്നെ തകർക്കുമെന്ന് നീ ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതികൂലങ്ങൾ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയരെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ സുവിശേഷം വീണ്ടും വായിച്ചാട്ട് അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ട്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചു. അവിടെ പറയുകയാണ്, കുറ്റം ചുമത്താനാണ് ആലിനിയെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ആലിനിയ നിന്നെ കുറിച്ച് തകർക്കാൻ, നിന്റെ കുറ്റം പറയാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ, നിന്നെ സ്ഥാനപ്രസ്ഥനാക്കാൻ, സഭയിൽ നിന്ന് പുറത്താക്കുവാൻ, ആലിനിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുവാൻ, നിന്റെ യാത്രയിൽ നിന്ന് പുറത്താക്കുവാൻ, ആലിനിയെ നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുവാൻ, ആലിനിയ മറ്റു ചില വ്യക്തികളെയൊക്കെ കൂട്ടുപിടിച്ച് ആലിനിയ ശത്രുവായ നിനക്കെതിരായി സംസാരിപ്പിക്കുമ്പോൾ, നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹാലലിയ, നീ ആത്മാവ് പ്രാപിച്ച് ഹാലലിയ അത് തിരിച്ചറിഞ്ഞ് യേശു ഒഴിഞ്ഞു പോയതുപോലെ, യേശു ഒഴിവായതുപോലെ ഹാലലിയ ഈ നാളുകളിൽ ആത്മീയ ജീവിതത്തിൽ ഹാലലിയ നാം ഒഴിഞ്ഞു പോകേണ്ട സ്ഥാനത്ത് നാം ഒഴിഞ്ഞു പോകണം എന്ന് ഇവിടെ ഹാലലിയ ശക്തമായ ഒരു ആത്മീയ അർത്ഥമാണ് ദൈവം നമുക്ക് ഇവിടെ തരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് മഹത്വം. അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവർ അവനെ ഒന്നാമത് കല്ലെറിയട്ടെ. ആ ഒന്നാമത് എന്ന് പറയുന്നതിനും കല്ലെറിയട്ടെ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ശക്തമായ ആത്മീയ ചിന്തകളാണ്. എന്താണെന്നറിയാമോ? ഒറ്റ വാചകമേ പറഞ്ഞു. യേശു കർത്താവ് ആത്മാവ് പ്രാപിച്ച വ്യക്തി, ആരുടെ ആത്മാവിനാൽ നടക്കുന്ന വ്യക്തി, ആരുടെ ആത്മാവിനാൽ ജനിച്ച വ്യക്തി ഒറ്റ കാര്യം ചെയ്യുകയാണ്. ഒരു കൂട്ടം ആൾക്കാരാണ് ആരെ എതിരായി നിൽക്കുന്നത്, തകർക്കാൻ നിൽക്കുന്നത്, വീഴ്ത്തുവാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോ ആത്മാവ് പ്രാപിച്ച യേശു കർത്താവ്, ആത്മാവിനാൽ നടക്കുന്ന യേശു കർത്താവ്, ആത്മാവിനാൽ ജനിച്ച യേശു കർത്താവ് പറയുകയാണ്, എന്ത് ചെയ്യാണ്? നിങ്ങളിൽ പാപമില്ലാത്തവർ. ആദ്യം ഒന്നാമത്തെ കാര്യം നീ ചെയ്യേണ്ട കാര്യമല്ല നീ ചെയ്യുന്നത്, നിന്നെ ഏൽപ്പിച്ചതല്ല നീ ചെയ്യുന്നത്. പിന്നെ നീ എന്ത് ചെയ്യാണ്? മറ്റൊരാളുടെ ജോലി കയ്യേറ്റ് ഏറ്റവും താഴത്തെ അനുഭവത്തിൽ, ഏറ്റവും മ്ലേച്ഛകരമായ തലത്തിലേക്ക് നീ ഇറങ്ങി വന്ന് വീണ്ടും എന്ത് ചെയ്യുകയാണ്? തകർക്കാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത വാചകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? വായിച്ചേ. പിന്നെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവരത് കേട്ടിട്ട് മനസാക്ഷിയോട് ആക്ഷേപം ഹേതുവായി, മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. എന്തിന്റെ മനസാക്ഷി? ചിലവർ പറയുമല്ലോ, ചില ദൈവാസന്മാർ പറയും മനസ്സിലാക്കുന്നതിലല്ല മനസാക്ഷി ഉണ്ടാകും. ആരണിയ നമ്മുടെ മനസ്സും മനസാക്ഷിയും ഒക്കെ രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതേവരെ മനസാക്ഷി ഇല്ലാതെയാണ് ഇവർ എന്ത് ചെയ്തത്? പ്രാരംഭത്തിൽ ഈ സ്ത്രീയെ പിടിച്ചോണ്ട് കൊണ്ടുവന്ന യേശുവിന്റെ മുമ്പിൽ നിർത്തിയത്. ഇവർക്ക് മനസാക്ഷി ഇല്ലാതെ ചെയ്തത്. മനസാക്ഷി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇത്രയും താണ പണിക്ക് പോകത്തില്ല. മനസാക്ഷി ഇല്ലാത്തവർ യേശുവിന്റെ ഒറ്റ വാക്ക് കേട്ടപ്പോൾ
അവരുടെ ചിന്ത എന്തായിരുന്നു? ഇതിലൂടെ യേശുവിനെ പിടിക്കാം, അവന്റെ വായിൽ നിന്ന് വാക്കുകൊണ്ട് ഇവനെ എന്ത് ചെയ്യാം, ഹാലലിയ കുറ്റാരോപണം നടത്താം, ഇവനെ എന്നേക്കുമായി തകർത്തു കളയാം, ദൈവത്തിന്റെ മുമ്പിൽ നിർത്താം, ഇവനെ ഹാലലിയ തകർത്തു കളയാമെന്ന് ചിന്തിച്ച് ഹാലലിയ കണ്ണിൽ ചോരയില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം മനസാക്ഷിയില്ലാതെ കൊണ്ടുവന്നു. പക്ഷേ യേശുവിന്റെ വാക്ക്, ആത്മാവ് നിറഞ്ഞവന്റെ വാക്ക്, ആത്മാവിനാൽ ജനിച്ചവന്റെ വാക്ക്, ആത്മാവ് നിയന്ത്രിക്കപ്പെടുന്നവന്റെ ഒരൊറ്റ വാക്ക് കേട്ട് എന്താണ് ഹാലലിയ അവർക്ക് ഉണ്ടായി മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം. അപ്പോ മനസാക്ഷി എന്ത് ചെയ്യുകയാണ്? അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ. എന്തായിരിക്കും ആക്ഷേപം? ദൈവത്തിന് മഹത്വം. അവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ മനസാക്ഷി അവരോട് കുറ്റം വിധിക്കാൻ തുടങ്ങി. എന്താണ്? കുറ്റം വിധിക്കത്തക്കവണ്ണമുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. മനസാക്ഷി ഉണ്ടായി. അവിടെ പറയുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട് മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. കൂട്ടത്തോടുള്ള മാനസാന്തരം. മനസാക്ഷി ഇല്ലാതെ വന്ന, പാപബോധമില്ലാതെ വന്ന, തിരിച്ചറിവില്ലാതെ വന്ന ഒരു കൂട്ടം ഹാലലിയ വ്യക്തികളെ ദൈവത്തിന് മുഖത്തം ദൈവത്തിന്റെ ഒറ്റ വാചകം കൊണ്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. ഹാലലിയ ഒരു കാര്യം വ്യക്തമാണ്. ഹാലലിയ യേശു കർത്താവ് ഹാലലിയ പത്രോസിന്റെ പത്രോസ് ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് നമുക്ക് യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒറ്റ പ്രസംഗത്തിൽ കൂട്ടത്തോടാണ് രോഗസൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിച്ചത്. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലാണ് ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 5000 പേര് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. യേശു കർത്താവ് നടന്നുപോയ ഇടത്ത് ഹാലലിയ സംസാരിച്ച ഇടത്തൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ചുരുക്കം ഒരു വാചകത്തിൽ പറയാം, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നാം കടന്നു പോകുന്ന ഇടത്ത്, നാം ദൈവവേല ചെയ്യുന്ന ഇടത്ത് കൂട്ടത്തോടുള്ള ജനം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് കേൾപ്പാൻ തക്കവണ്ണം ഇടയാകും. കൂട്ട മാനസാന്തരമാണ് അവിടെ നടക്കുന്നത്. 9ാമത്തെ വാക്യം വായിച്ചേ. മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരും മൂത്തവരും ഇളയവരും. അപ്പൊ നോക്കെ കല്ലെറിയാൻ വന്നത് ഒരാൾ പ്രായമുള്ളവർ മാത്രമല്ല, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരൊക്കെ വന്നു. അപ്പൊ ഇവരൊക്കെ കൂട്ടത്തോട് അവിടെ ആരാണ്? പാപത്തിൽ കിടക്കുന്നവരാണ്. നമുക്കറിയാം, ചില ദേശത്ത് കൊച്ചുപിള്ളാരും വലിയ ചെറിയവരും ഒക്കെ എന്താണ് തിരിച്ചറിവില്ലാതെ ദൈവവചനം അനുസരിക്കാതെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ആ ദേശം. പക്ഷെ ആൾക്കാരാരാണ്? പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുടുംബവും അവരെ കൊച്ചുമക്കളും തലമുറകളൊക്കെയാണ്. പക്ഷേ ദൈവത്തിന് മഹത്വം അവരെല്ലാം പാപത്തിൽ കിടന്നു. അവരാക്ഷേപം നിമിത്തം മൂത്തവരും ഇളയവരും ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായി. മനുഷ്യന് വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ വ്യത്യാസം വരുത്തുന്ന, നമ്മുടെ ചിന്തകളെ വ്യത്യാസം വരുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് മുൻപിൽ നമ്മെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് മഹത്വം. ശുശ്രൂഷയിലെ ഒരു മുന്നേറ്റം, ആത്മീയമാകുന്ന ഒരു നടത്തിപ്പ്, ആത്മീയമായ ഒരു ഉയർച്ച, ആത്മീയമായ ഒരു ഉന്നതി, ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവുമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പകൽക്കാലം ദൈവത്തിന്റെ വചനം ഇതൊക്കെ കടന്നു പോകുന്നു. അവിടെയൊക്കെ ശക്തമായ ദൈവിക വിടുതലുകൾ, ദൈവികമാകുന്ന അഭിഷേകങ്ങൾ, രോഗസൗഖ്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, കൂട്ടത്തോടുള്ള മാനസാന്തരങ്ങൾ, കൂട്ടത്തോടുള്ള രോഗസൗഖ്യങ്ങൾ, തങ്ങളെ തകർക്കുവാൻ വരുന്ന പ്രതിയോഗികളെ കണ്ടറിയുവാൻ തക്കവണ്ണമുള്ള സത്യത്തിൽ നടക്കുന്ന ഒരനുഭവം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.